സിപിഐഎമ്മിൽ പരാതി ചോർച്ച വിവാദം. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ കത്താണ് കോടതി രേഖയായി പുറത്തുവന്നത്. കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്നാരോപിച്ച് വ്യവസായി സിപിഐഎം ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകി. ഷർഷാദിന്റെ പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ വിവാദ കത്ത് ഭാഗമായതോടെ പാർട്ടിക്ക് നൽകിയ രഹസ്യ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യം ആണ് ഉയരുന്നത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ സൂചിപ്പിക്കുന്ന പോലെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡി തന്നെയാണ് PB എന്നത്. PBയിൽ നൽകുന്ന പരാതികൾക്ക് രഹസ്യ സ്വഭാവം ഉണ്ടാകും. സ്വാഭാവികമായും അത് ആ കാറ്റഗറിയിൽപ്പെട്ടവരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണ്. അതാണിപ്പോൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ഈ ഗുരുതരമായ പിഴവ് അല്ലെങ്കിൽ ഈ ചോർച്ച അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഷർഷാദിന്റെ സംശയം. തീരുമാനങ്ങളെ കുറിച്ച് പറയുന്നത് ഇരുമ്പ് മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനെ പറയാൻ കാരണം ആ തീരുമാനങ്ങൾക്ക് അവരുടെ ചർച്ചകൾക്ക് അത്രയേറെ രഹസ്യാത്മകതയുണ്ട്. ആ മറയൊക്കെ പണ്ടേ പൊളിഞ്ഞു വീണതാണ്. എങ്കിൽ പോലും CPMൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകുന്ന ഒരു കത്ത് തീർച്ചയായും രഹസ്യരേഖ തന്നെയാണ്. ആ രേഖ അല്ലെങ്കിൽ പരാതി വരുമ്പോൾ അത് പരിശോധിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് നൽകുന്നതും പതിവാണ്. അങ്ങനെ നൽകിയ ഒരു പരാതി പിന്നീട് CPMന്റെ ഒരു നേതാവിനെതിരെ നൽകിയ പരാതി പിന്നീട് അത് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് വരുമ്പോൾ ഈ ഒരു പരാതി അതിന്റെ ഭാഗമല്ല എങ്കിൽ പോലും അവിടെ ഒരു സത്യവാങ്മൂലമായി തനിക്കെതിരെ നേരത്തെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഗൂഢാലോചനയുണ്ട്, അത് സ്ഥാപിക്കാനായി രാജേഷ് കൃഷ്ണ എന്ന CPM ബന്ധമുള്ള CPMന്റെ UK ഘടകത്തിന്റെ നേതാവ് കൂടിയാണ് രാജേഷ് കൃഷ്ണ. CPMന്റെ നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ നിറഞ്ഞു നിൽക്കുന്ന CPM സൈബർ സംഘങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് രാജേഷ് കൃഷ്ണ. രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് ഈ ഒരു പാർട്ടി രേഖ കൂടി തെളിവായി മാറുന്നത്. ഈ മാനനഷ്ട കേസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ ലണ്ടനിൽ നിന്ന് പ്രതിനിധിയായി ഉൾപ്പെടുത്തിയിരുന്നു. ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ലണ്ടനിലെ പാർട്ടി ഘടകം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്കും സംസ്ഥാന നേതൃത്വത്തിനും നൽകിയിരുന്നു. അതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് നേരത്തെ ഇയാൾ പാർട്ടി കോൺഗ്രസിലൊക്കെ പ്രതിയാകാൻ ശ്രമിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലുമൊക്കെ. പിന്നീട് ഈ മധുര എത്തുമ്പോൾ ഇങ്ങനെ ഒഴിവാക്കിയ ആൾ മധുരയിൽ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായി. പാർട്ടി പ്രതിനിധി സമ്മേളനം തുടങ്ങുന്ന തലേ ദിവസം മധുരയിൽ ചേർന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിഷയം ഉന്നയിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു പരാതിയുള്ളയാളെ സമ്മേളന പ്രതിയാകുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ആ യോഗത്തിൽ ഉയർന്നു വന്നു. അങ്ങനെയാണ് രാജേഷ് കൃഷ്ണയെ സമ്മേളന ഹാളിലേക്ക് എത്തി തൊട്ടു മുമ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം അന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി രാജേഷ് കൃഷ്ണയെ അറിയിക്കുന്നത്. ആ വാർത്തയ്ക്കെതിരെയായിരുന്നു രാജേഷ് കൃഷ്ണ പിന്നീട് മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് ക്രിമിനൽ കേസുമായി ഡൽഹി ഹൈക്കോടതിയിൽ പോയത്. അവിടെയാണ് തന്റെ വാദങ്ങൾ സാധൂകരിക്കാൻ നേരത്തെ ഷർഷാദ് എന്ന വ്യവസായി, ചെന്നൈ സ്വദേശിയായ വ്യവസായി, തലശ്ശേരിക്കാരനാണ് അദ്ദേഹം നൽകിയ പരാതി, ആ പരാതി അതേപടി ഈ കോടതി രേഖകളിലായി മാറുകയായിരുന്നു. അതായത് പാർട്ടി വിശ്വസിച്ച് വളരെ രഹസ്യമായി ഈ വ്യവസായി നൽകിയ കത്ത് അത് എതിർകക്ഷിക്ക് ലഭിക്കുന്നു. എതിർകക്ഷിക്ക് തന്റെ വാദങ്ങൾ കോടതിയിൽ സ്ഥാപിക്കാൻ ഉള്ള ആയുധമായി ഈ കത്ത് മാറുകയായിരുന്നു. അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതിനെതിരെ ഈ 12-ാം തീയതിയാണ് ഇമെയിലിലൂടെ 12-ാം തീയതി 10:35 to MA baby to mababy54@gmail.com cc@cpm.org എന്നീ ഇമെയിൽ വിലാസങ്ങളിൽ ഷർഷാദ് B ഡിഫമേഷൻ സൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരാതി, താൻ പാർട്ടിക്ക് നൽകിയ പരാതി എങ്ങനെയാണ് ഇത്തരത്തിൽ തന്റെ എതിർകക്ഷിക്ക് താൻ ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചത് അയാൾക്ക് ചോർന്നു കിട്ടിയത്, ഇത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും സങ്കടമുണ്ടാക്കുന്ന കാര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷർഷാദ് ഈ പരാതി പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് കൈമാറുന്നത്. അതിൽ ഒരു വരി വളരെ ഗൌരവമുള്ളതാണ്. അവിടെ ഇങ്ങനെയാണത്: Furthermore, I suspect the possible involvement of Mr. Shyam, son of Comrade MV Govindan in this matter. My concern arises from his reportedly close association with Mr. Rajesh Krishna, particularly in connection with financial dealings involving a well-known industries from Malabar, a matter which I understood was previously settled by Mr. Rajesh. അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം MV ഗോവിന്ദന്റെ മകൻ ശ്യാം വഴിയാണ് ഈ കത്ത് ചോർന്നതെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ്
സംശയമാണ് ഇവിടെ ഈ ഷർഷാദ് ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കോടതിയിൽ വന്ന രേഖകൾ അത്തരത്തിൽ കക്ഷികൾക്ക് ലഭിച്ചതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് 12-ാം തീയതി നൽകിയ കത്താണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ജനറൽ സെക്രട്ടറിക്ക് നൽകിയ CC-ക്കും കേന്ദ്ര കമ്മിറ്റിക്കും ജനറൽ സെക്രട്ടറി നൽകിയ കത്തിലാണ് MV ഗോവിന്ദന്റെ മകൻ ശ്യാമിനെതിരെ അതീവ ഗുരുതരമായ ആരോപണമുള്ളത്. സ്വാഭാവികമായും പാർട്ടി PBക്ക് ലഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി ലഭിക്കുന്ന പരാതികൾ ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് അത് സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് വിവാദമായതുകൊണ്ട് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൈമാറും. അവിടെ നിന്ന് ഈ രേഖ എതിർകക്ഷിക്ക് രാജേഷ് കൃഷ്ണയ്ക്ക് ലഭിച്ചുവെന്ന അത്യന്തം ഗുരുതരമായ ആരോപണമാണ് ഈ കത്തിലൂടെ ഷർഷാദ് ഉന്നയിക്കുന്നത്. അതിൽ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയെ വിശ്വസിച്ച് പാർട്ടിക്ക് നൽകുന്ന ഒരു കത്ത്, ഒരു രേഖ, ഒരു പരാതി അത് കോടതിയിലെത്തുന്നു. അത് പിന്നീട് പൊതു മണ്ഡലത്തിലെത്തുന്നു. സ്വാഭാവികമായും കോടതിയിൽ ഈ മാനനഷ്ട കേസിൽ എതിർകക്ഷികളായ മാധ്യമങ്ങൾക്കൊക്കെ കോടതി നോട്ടീസ് അയച്ചു. അതിനൊപ്പം ഇതിന് രേഖകളും അവർക്ക് ലഭിച്ചു. അങ്ങനെ വരുമ്പോൾ ആ രേഖകൾ ഒരു പൊതുമണ്ഡലത്തിൽ പരസ്യമാകുന്നു. അതിനെതിരെയാണ് ഷർഷാദ്, അദ്ദേഹം താൻ പാർട്ടി അനുഭാവി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെ വിശ്വസിച്ച് നൽകിയ ഒരു കാര്യമാണ് ഈ കേസിലെ എവിഡൻസ് നമ്പർ 1 ഈ പ്രൈവറ്റ് കംപ്ലയിന്റ് ലെറ്ററിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടത്. അതെങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. CPM-നെ പിടിച്ചുകുലുക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയൊരു വിവാദമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വരുന്നു. ഇവിടെ രാജേഷ് കൃഷ്ണയുമായി MV ഗോവിന്ദനുള്ള ബന്ധത്തെപ്പറ്റി അന്വേഷണം വേണമെന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ ഇതിനകം ഉയർന്നു കഴിഞ്ഞു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ UK-യിൽ പോകുമ്പോൾ അവിടെ ആതിഥേയരായി മാറാറുള്ളത് രാജേഷ് കൃഷ്ണയാണ്. താൻ സ്വയം CPM എന്ന് പറഞ്ഞ് CPM-ന്റെ സൈബർ പോരാളിയായി കൂടി സാമൂഹ്യ മാധ്യമം നിറഞ്ഞു നിൽക്കുന്നയാളാണ് രാജേഷ് കൃഷ്ണ. അത്തരം ഒരാൾക്ക് പാർട്ടി സെക്രട്ടറിയും മകനുമായുള്ള ബന്ധം സ്വാഭാവികമായും അത്തരത്തിൽ വരാം. അതിനപ്പുറത്തേക്ക് ചില ബിസിനസ് ബന്ധങ്ങൾ കൂടി ഉണ്ട് എന്ന ഒരു വിമർശനം കൂടി കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ നേരത്തെ ഈ 2022 ഷർഷാദ് നൽകിയ CC നൽകിയ കത്തിലും അത്തരം വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കാവുന്ന ആരോപണങ്ങൾ കത്തിലുണ്ട്. അത് പുറത്തു വന്നാൽ പാർട്ടിക്കത് മോശമാക്കും, പാർട്ടിയുടെ പൊതുജനാധ്യത്തിൽ പാർട്ടിയെ അവഹേളിക്കുന്നതാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അയാൾ കത്തിൽ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മകനിലൂടെയാണോ ഈ കത്ത് ചോർന്നതെന്ന സംശയം ഈ ഷർഷാദ് ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ഉന്നയിക്കുന്നത്. തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്ന പോലെ MV ഗോവിന്ദനൊപ്പം P ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് രാജേഷ് കൃഷ്ണ എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. സൂചിപ്പിച്ച പോലെ ലണ്ടനിലെ പാർട്ടിയുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷമാണ് രാജേഷ് കൃഷ്ണയെ ഈ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പിൻവലിച്ചത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ സ്വാഭാവികമായും ഷർഷാദ് ഉന്നയിക്കുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒന്നല്ലേ. കാരണം പാർട്ടിക്ക് നൽകുന്ന ഒരു പരാതി, ആ പരാതിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് നൽകുന്ന പരാതിയുടെ രഹസ്യ സ്വഭാവം തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അങ്ങനെ രഹസ്യ സ്വഭാവത്തോടു കൂടി നൽകുന്ന ഒരു കത്ത്, ആ കത്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിപ്പോൾ ഒരു അന്യായം, അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിന് കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാദം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രേഖയായി ഇത് ഹാജരാക്കുന്നു എന്നതാണല്ലോ. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായി മാറില്ല. പാർട്ടിക്കകത്ത് തന്നെ ഇത് ആഭ്യന്തരമായി വലിയ വിമർശനങ്ങൾക്ക് ചേരിപ്പോരിന് വഴിയൊരുക്കുന്ന ഒന്നായി മാറില്ലേ? തീർച്ചയായും ഇതിനു മുമ്പ് തന്നെ CPM-ന്റെ നേതൃത്വങ്ങൾക്ക് മുമ്പിൽ ഈ പരാതി വിഷയമൊക്കെ സജീവമായി ഉള്ളതാണ്. രാജേഷ് കൃഷ്ണയ്ക്ക് നേതാക്കളുമായുള്ള ബന്ധം ഒരു പരിധിവിട്ട ബന്ധമെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിവാദ കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ പാർട്ടിയുമായി ചേർത്ത് നിർത്തുന്ന ചോദ്യം ഉയർന്നു വന്നത്. അയാൾക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയുടെ UK ഘടകത്തിന് ലഭിച്ചത്. മാത്രമല്ല നേരത്തെയും ഇയാൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇയാളുടെ പങ്ക്, അതായത് നേരത്തെ നമുക്കറിയാം PV അൻവറിനെ ഉപയോഗിച്ച് CPM-ന്റെ ഒരു വിഭാഗം നടത്തിയ നീക്കമാണ് PV അൻവറിന്റെ പുറത്തുപോകലിന് പോലും വഴിവെച്ചത് എന്ന ഒരു അത് പരസ്യമായ രഹസ്യമാണ്. അൻവർ തന്നെ ഒരു ഘട്ടത്തിൽ അത് തനിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയതുമാണ്. അതുമായി കൂടി ഒരുപക്ഷെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളാണ് രാജേഷ് കൃഷ്ണ എന്ന ചർച്ച CPM-ന്റെ അണിയറയിൽ വളരെ സജീവമായ